അങ്ങനെയുള്ള ഏരിയാസ് നിങ്ങൾ മാറ്റി നിർത്തിയാൽ, ഇപ്പൊ അഡ്ലൈഡ് പോലുള്ള ചെറിയ ചെറിയ സിറ്റീസ് അല്ലെങ്കിൽ പെർത്ത് അങ്ങനെയുള്ള ഏരിയയിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻസ് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വിസ റിജക്ഷനുള്ള ചാൻസ് വളരെ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പൊ ന്യൂലി ഒരു കുറച്ച് സജഷൻസ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഹോം ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഇപ്പൊ പറഞ്ഞ ഈ ടസ്മേനിയ, അതുപോലെ നോർത്തേൺ ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഈ റീജിയനിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള വിസ അലോട്ട്മെന്റ്സിന്റെ എണ്ണം ഒരുപാട് കൂട്ടിയിട്ടുണ്ട് എന്ന് അവിടുത്തെ പല സോളിസിറ്റർ ഫേംസും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള 190 എന്ന് പറഞ്ഞതും അതുപോലെ 491 എന്ന് പറഞ്ഞ വിസ കാറ്റഗറിയിൽ